നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖമ്മേനെ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുടി കൊഴിച്ചിൽ കുറഞ്ഞു എന്ന് പറഞ്ഞു. അത് അറിഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ നമ്മൾ ധൈര്യമായിട്ട് പാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. വീഡിയോ കാണാൻ മാത്രമല്ല, അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. 100% ഉറപ്പുള്ള സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ആഴ്ചയിൽ 3-4 പ്രാവശ്യം മുടി നനയ്ക്കണുള്ളൂ എന്ന് പറഞ്ഞു കേട്ടല്ലോ. എന്തുകൊണ്ടിട്ടാണത്? മുടി കൊഴിയണു എന്നുള്ള പേടി കൊണ്ടിട്ടാണോ? പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്? അങ്ങനെ ഒരുപാട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പിടിപ്പിച്ചാൽ മതി. ഡെയിലി ഒന്ന് നനച്ചു നോക്കൂ, മുടി പോവില്ല. ശീലമായാൽ അത് എന്തുകൊണ്ടിട്ടാണ് മുടി വല്ല നിർദോഷം കൊണ്ടാണോ നീർപ്പിടുത്താണോ എന്ന് പറഞ്ഞില്ല. മുടി കൊഴിച്ചിലാണെങ്കിൽ ഇതുപോലെയുള്ള ഉലുവ വെള്ളം തലയിൽ ഡെയിലി തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് കളയാം. ഒരാഴ്ച ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് പറഞ്ഞ പോലെ രാത്രി മുടി വെടുത്തി പിന്നിട്ട് കിടക്കാം. അപ്പോൾ ഓരോ ദിവസമുള്ള മുടി കൊഴിച്ചിൽ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. വേറെ നീർപ്പിടുത്തം പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഡെയിലി മുടി നനയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ നനയ്ക്കുന്ന സമയത്ത് തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ആ വെള്ളം കുളിക്കുന്ന സമയത്ത് 5-10 മിനിറ്റ് തലയിൽ തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് വാഷ് ചെയ്തോളൂ. ഇതിങ്ങനെ സ്ഥിരം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. വേറെ ഒരു പാക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഉലുവയുടെ വെള്ളം തേച്ചോളൂ. ഒരാഴ്ച അത് തേക്കും കേട്ടോ. തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കും. വേറെ ഒന്നും ആലോചിക്കേണ്ട കേട്ടോ. വിന്റർ സീസൺ, സമ്മർ സീസൺ അതിനൊന്നും ആലോചിച്ച സമയം കളയണ്ട. നമ്മൾ ഈ ഉലുവ വെള്ളം പരീക്ഷിച്ചോളൂ കേട്ടോ. ഏത് സീസണിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഡെയിലി റൂട്ടീൻ തുടങ്ങണ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ചുകൂടി സപ്പോർട്ട് വരട്ടെ എല്ലാവരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് തയ്യാറാവണേന്ന് കൂടി പറഞ്ഞോളൂ, ഞാൻ എപ്പോഴാണ് പറയണ്ടേന്ന് കൂടി. പിന്നെ ഇങ്ങനെ നമ്മൾ അതിന് തയ്യാറാവുമ്പോൾ കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താന്ന് പറഞ്ഞു, അപ്പോഴും അവിടെ ഈ മലയാളീസിൻ്റെ കട വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. മിക്ക സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. സൂപ്പർ മാർക്കറ്റ് പോലെയുള്ളിടത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇവിടുന്ന് വരുന്ന പ്രോഡക്റ്റ് ഉണ്ടാവും. ആംല പൗഡർ ഇതൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ആംല പൗഡർ, അതുപോലെ പിന്നെ നീലാമരി, ഹെന്ന, ഇതൊക്കെ മിക്കവാറും ഉണ്ടാവും. ത്രിഫല ചൂർണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. പിന്നെ അതുപോലെയുള്ള ഒലിവ് ഓയിൽ, പിന്നെ കറ്റാർവാഴ കിട്ടുമോ അറിയില്ല അവിടെ കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് കിട്ടിയാലും മതി കേട്ടോ. റെഡിമെയ്ഡ് ജെല്ല് കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. നമുക്ക് പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ ജെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ നമ്മളൊന്ന് സുരുക്കൂട്ടി വയ്ക്കാം. എണ്ണകളായിട്ടും മുടിയുടെ അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് ഷാമ്പൂവിന് പകരമാണ് നമ്മൾ ഈ നെല്ലിക്കപ്പൊടി പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ അത് അത്യാവശ്യമാണ് കേട്ടോ. അല്ലെങ്കിൽ ഷിക്കക്കായ് പൗഡറോ അങ്ങനെ എന്തെങ്കിലും. ഷാമ്പു അവോയ്ഡ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ ആണെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ. വിഷമിക്കുന്നവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ ടിപ്പ് ഉപയോഗിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരുന്ന ഹെയർ മാസ്ക് പാക്കൊക്കെ ആയിട്ട് ഒരുപാട് സമയം കളയാൻ പറ്റിയില്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും ഇതിനു വേണ്ടി കളയാം കേട്ടോ. കൂടുതൽ സമയം നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ മുടി നനച്ചുകൊണ്ടിരുന്നാലാണ് നമുക്ക് മുടിയുടെ ആ പോക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ട് നനയ്ക്കാം കേട്ടോ. നമ്മൾ നനയ്ക്കാതിരിക്കുമ്പോഴത്തേക്കും മുടി റൂട്ട് തന്നെ പ്രശ്നമാകും. കാരണം താരനായിട്ടും ഡ്രൈനെസ് ഒക്കെ കൂടും മുടി നനയ്ക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ രാസനാദിപ്പൊടിയൊക്കെ തിരുമ്മി എന്നിട്ട് വേണം ഈ പാക്കൊക്കെ ഉപയോഗിക്കാൻ. ഡെയിലി ഒന്ന് നനച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നീർപ്പിടുത്തമൊന്നും ഉണ്ടാവില്ല കേട്ടോ. മുടി ഡെയിലി നനയ്ക്കാത്തത് നീർപ്പിടുത്തം കൊണ്ടാണോ അതോ മുടി ഒഴിച്ചിലിൻ്റെ പേടി കൊണ്ടാണോ അതറിയില്ല കേട്ടോ. അത് പറഞ്ഞില്ലായിരുന്നു എന്തുകൊണ്ടാണ് നനയ്ക്കുന്നത്. എന്തായാലും മുടി ഡെയിലി നനച്ചോളൂ. രാസനാദിപ്പൊടി പിറകെ തിരുമ്മിയാൽ മതി കേട്ടോ. മുടി ഡെയിലി കഴുകുക. ഉലുവ വെള്ളത്തിൽ കഴുകിക്കോളൂ. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കുളിക്കുന്ന സമയത്ത് ഒന്ന് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ഇനി ഒരുപാട് സമയം വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. മുടി എപ്പോഴും നമ്മൾ നനയ്ക്കണം, കുളിക്കണം, മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഡ്രൈനെസ് വരും
കേട്ടോ. ഡെയിലി നനച്ചില്ലെങ്കിൽ മുടി പെട്ടെന്ന് താരം വരാൻ ചാൻസ് ഉണ്ട്, ഡ്രൈനസ് ഉണ്ട്, മുടി കൊഴിച്ചിൽ കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം മുടി ധൈര്യമായിട്ട് നനയ്ക്കാം. നനച്ചിട്ട് ഇതുപോലെ ഉണങ്ങി കഴിഞ്ഞ് വെടുത്തി കെട്ടി വയ്ക്കാം. പിറ്റേ ദിവസം നോക്കിയാൽ മതി. ഇതുപോലെ നമ്മൾ നമ്മുടെ ആയുർവേദ പൊടികൾ എല്ലാം സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് പാക്ക് തുടങ്ങുമ്പോൾ 2 ദിവസം ഇതുപോലെ ചെളിയെല്ലാം കളയണം. അപ്പം നെല്ലിക്കപ്പൊടി ആവശ്യമാണ്. പിന്നെ മറ്റുള്ള ഓയിലുകൾ, ആവണക്കെണ്ണ, കടുകെണ്ണ, ഇതെല്ലാം നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ, കരുതി വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ പാക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മുടി കൊഴിച്ചിൽ നിർത്തി മുടി നന്നായിട്ട് വളരാൻ സാധിക്കും. അതുപോലെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും മുടി വളരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും ഡെഡിക്കേറ്റഡ് ആവുക കേട്ടോ. മടിയെല്ലാം കളയുക. ഇന്നുള്ളത് ഇന്ന് ചെയ്യാം, നാളത്തേക്ക് വെക്കാതെ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് മുടി വളരണം, എൻ്റെ മുടിക്ക് വേണ്ടി ഞാൻ ഇന്ന് മുതൽ പ്രയത്നിക്കും എന്നൊരു ശബ്ദം ചെയ്യുന്ന പോലെ തുടങ്ങിക്കോളൂ കേട്ടോ. ചിലവർ ഡോക്ടർമാരെ കണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പൈസ പോലും ചിലവാവാതെയുള്ള പാക്കും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് വരുന്നുണ്ട്, ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്. ഉലുവ വെറും വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. പിന്നെ അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇട്ട് വയ്ക്കാം. അന്നത്തെ കഞ്ഞിവെള്ളത്തിൽ ഇടുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് കഞ്ഞിവെള്ളം പുളിച്ച് കിട്ടുമല്ലോ. എന്നിട്ട് അത് ഞരടി പിഴിഞ്ഞ് ആ വെള്ളം തേക്കാം. അതുപോലെ അരി കഴുകിയ വെള്ളം അതിൽ നമുക്ക് ഉലുവ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കിതുപോലെ അരിച്ചെടുത്തിട്ട് തേക്കാം മുടിയിൽ കേട്ടോ. ഒക്കെ നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുക കേട്ടോ. 100% റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നത് മുഴുവനും നല്ല റിസൾട്ട് അനുഭവം ഉള്ളതുകൊണ്ടിട്ടാണ് അത് നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാത്തവർ, പഴയ വീഡിയോ ഒക്കെ ഉണ്ട്, പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുവാണ്. അപ്പോൾ ആ വീഡിയോ എല്ലാം കാണാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോയും കാണാൻ പറ്റും. അപ്പോൾ അതിൽ മുടിയെ കുറിച്ചിട്ട്, മുടിയുടെ ഇമ്പോർട്ടൻസും മുടി കൊഴിച്ചലിൻ്റെ കാരണം, എന്തെല്ലാം കുറവ് കൊണ്ടാണ് മുടി കൊഴിയണതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കുക, ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ല റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറയുന്നതിലും ആ ഒരു നന്മ, അതായത് റിസൾട്ട് എനിക്ക് കിട്ടി എന്ന് പറയാൻ എല്ലാവരും സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ടല്ലേ. അതിനൊക്കെ വലിയ സന്തോഷം കേട്ടോ. നിങ്ങൾ സത്യസന്ധത തുറന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഓരോ കമൻസാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. ഞാൻ നിങ്ങൾക്ക് തരുന്ന മോട്ടിവേഷനാണ്. അത് പണ്ട് പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റിലൂടെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട അറിവുകൾ തന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് മുടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നാളെ കാണാം പുതിയൊരു ടിപ്പുമായിട്ട്. എല്ലാവർക്കും നല്ല വരട്ടെ.